രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് ഇന്ന് ശ്രീ രാമചരിതം, അതായത് രാമായണത്തിൻ്റെ 11-ാമത്തെ ഭാഗം, കർക്കിടകം 11-ാം ദിവസം 11-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അഗസ്ത്യ മഹർഷി, അതായത് ദണ്ഡകാരണ്യവനത്തിലെത്തി അവിടെ മുനിമണ്ഡല പ്രവേശനങ്ങൾ, ഓരോ മുനിമാരുടെയും ധാരാളം മുനിമാരുടെ പുണ്യാശ്രമങ്ങളൊക്കെ സന്ദർശിച്ചു. അഗസ്ത്യ മഹർഷിയെ കാണുവാൻ സാധിച്ചതിൽ കൃതാർത്ഥനായി സീതാരാമന്മാരും ലക്ഷ്മണകുമാരനും. അഗസ്ത്യ മഹർഷി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ രാമന്റെ വരവ്, അതായത് ശ്രീ നാരായണമൂർത്തി പരബ്രഹ്മ ചൈതന്യം ഭൂമി രക്ഷാർത്ഥം ശ്രീരാമചന്ദ്രനായും ഭഗവാന്റെ മൂലപ്രകൃതിയായ ആ മായാസ്വരൂപിണി സീതാദേവിയായി ജനകാത്മജയായും അനന്തനാഗമായ ലക്ഷ്മണകുമാരൻ്റെ ഉത്ഭവവും ഇതെല്ലാം അവർ നേരിൽ കാണാൻ, അദ്ദേഹത്തിന് നേരിൽ കണ്ട് ആ പാതാരബിന്ദങ്ങളിൽ കുമ്പിടാൻ എത്രയോ കാലമായി കാത്തിരിക്കുകയായിരുന്നു അഗസ്ത്യ മഹർഷി അവിടെ ആ ദണ്ഡകാരുണ്യവനത്തിൽ, ആശ്രമത്തിൽ. അങ്ങനെ അഗസ്ത്യാശ്രമത്തിൽ കാലങ്ങളായി കാത്തിരുന്ന ആ പുണ്യ സംഗമം നടന്ന ശേഷം ഭഗവാനെ വളരെ കൂടുതൽ അഗസ്ത്യൻ സ്തുതിക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങയെ നേരിൽ കാണാൻ, അങ്ങയുടെ കഥകൾ ധാരാളം കേൾക്കുകയും അറിയുകയും ചെയ്ത് ഭക്തി വർദ്ധിക്കുന്ന ആ ഒരു ജനങ്ങൾക്ക് വിജ്ഞാനവും ശുദ്ധിയും ഒക്കെ ഉണ്ടായി വരും. അങ്ങനെ അങ്ങയോടുള്ള ആ മനസ്സിലുള്ള പ്രേമ വായ്പ് സദാ എന്നിലും നിറയ്ക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ പാദാബ്ജങ്ങളിൽ നിന്ന് എപ്പോഴും മനസ്സ് മാറാതെ അതിൽ തന്നെ എപ്പോഴും ഭക്തി ഉണ്ടാകണമേ. അഗസ്ത്യ മഹർഷി എന്ന് പറയുന്ന ആള് മഹർഷിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനും അത്യത്ഭുത സിദ്ധി വിശേഷങ്ങൾക്കുടമയുമൊക്കെയാണ്. എന്നിട്ടും അദ്ദേഹം പറയുന്നു, ഭക്തി മാറാതെ എപ്പോഴും അങ്ങയുടെ പാതാരബിന്ദങ്ങളെ തന്നെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഉറപ്പിക്കണമേ. ഇന്ന് എൻ്റെ ജന്മം സഫലമായി വന്നു. എൻ്റെ തപസ്സിനും ഇന്ന് സാഫല്യമുണ്ടായി. കാരണം എൻ്റെ കണ്ണുകൊണ്ട് സീതയോടൊപ്പം തന്നെ എൻ്റെ ഹൃദയത്തിൽ വസിച്ചിരുന്ന ഭഗവാനെ എനിക്ക് ശരീരത്തിൽ നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. ജഗന്നാഥ ദാശരഥേ, എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും സദാകാലം എൻ്റെ മനസ്സിൽ അങ്ങയുടെ രൂപം തോന്നണമേ ദയാംബുധേ എന്നാണ് അഗസ്ത്യ മഹർഷി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന, ഭക്തിയോടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ശ്രീരാമന് വളരെ വിശേഷപ്പെട്ട വില്ലും അമ്പും ഒക്കെ കൊടുത്തിട്ട് ഭൂമിയുടെ ഭാരം തീർക്കുവാൻ വേണ്ടി രാക്ഷസ വംശത്തിനെ അങ്ങ് നഷ്ടമാക്കുവാൻ വേണ്ടി ഈ തുണീരങ്ങൾ അങ്ങയ്ക്ക് ഉപകാരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പഞ്ചവടിയിലേക്ക് അവരെ യാത്ര അയക്കുന്നു. ഇനിയും വിശ്രമമാണ് ആവശ്യം. കുറച്ചു കാലം യാത്രയ്ക്ക് ശേഷം കുറച്ചു കാലം വിശ്രമിക്കൂ എന്ന് പറഞ്ഞ് മഹർഷി വളരെ പ്രീതനായി അനുഗ്രഹിക്കുന്നു. തിരിച്ച് ശ്രീരാമചന്ദ്രനും മഹർഷിയെയും അനുഗ്രഹിക്കുന്നു. അങ്ങനെ പഞ്ചവടിയിലേക്കുള്ള നടക്കുന്ന യാത്രാമധ്യത്തിൽ ഒരു വളരെ വലിയ ഒരു പക്ഷി, ഒരു വൃദ്ധനായ പക്ഷിയെ വളരെ വിസ്മയത്തോടുകൂടി ശ്രീരാമചന്ദ്രൻ അതിങ്ങനെ ഒരു വലിയ വടവൃക്ഷത്തിൽ ഇരിക്കുകയാണ്. കണ്ടാൽ ഭയം തോന്നുന്ന രാക്ഷസ രൂപത്തിലുള്ള അത് വലിയ പക്ഷിയുമാണ്. പ്രായം കൂടിയപ്പോഴാണ് അങ്ങനെ വികൃതമായ രൂപമായി മാറിയത്. ഇത് കണ്ടപ്പോൾ രാക്ഷസൻ വേഷം മാറി വന്ന് നമ്മെ ഉപദ്രവിക്കാൻ വന്നതായിരിക്കും, അതുകൊണ്ട് നീ വില്ലിങ്ങ് തരൂ എന്ന് പറഞ്ഞ് അതിനെ കൊല്ലുവാൻ വേണ്ടി വില്ല് കുലയ്ക്കുമ്പോൾ ലക്ഷ്മണനും രാമനും ഒരേപോലെ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പക്ഷി ശ്രേഷ്ഠൻ വളരെ ഭയത്തോടുകൂടി പീഡിതനായിട്ട് ഭഗവാനോട് പറയുകയാണ്, ഞാൻ വധ്യനല്ല, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല അങ്ങയുടെ കൈകൊണ്ട്. അങ്ങയുടെ താതന് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് ഞാനെന്ന് അവിടുന്ന് അറിഞ്ഞാലും
അങ്ങയ്ക്കും ഞാൻ അങ്ങയുടെ ഇഷ്ടത്തെ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. ഞാൻ അങ്ങയുടെ ഭക്തനായ ജടായുവാണ്. എനിക്ക് സഹോദരനുണ്ട്, അതിൻ്റെ പേര് സമ്പാതി. ഞങ്ങൾ വരുണന്റെ മക്കളാണ് എന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഒരുപാട് സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ആ പക്ഷിയെ നന്നായി ആലിംഗനം ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ, എൻ്റെ ആശ്രമത്തിന് സമീപം തന്നെ നിനക്കും സുരക്ഷിതമായി കഴിയാം എന്ന്, എന്നോടൊപ്പം തന്നെ നീയും എൻ്റെ ഒരു സംരക്ഷകനായി കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുക്കുകയാണ്. അതിനുശേഷം പഞ്ചവടിയിൽ എത്തുന്നു. സീത ലക്ഷ്മണ സമേതനായി ഭഗവാൻ വളരെ മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് ഒരു തൽപ്പമുണ്ടാക്കി, ഒരു പർണശാലയുണ്ടാക്കി. അത് ഈ പുഷ്പതൽപ്പങ്ങളൊക്കെ ഒരുക്കി ജാനകീദേവിയും ഭഗവാനും എങ്ങനെയാണോ അയോധ്യയിൽ ജീവിച്ചത് ആ 12 വർഷക്കാലം, അതേപോലെ സന്തോഷവും സമാധാനവുമായിട്ടുള്ള ഒരു വനയാത്രയുടെ അവസാന ഭാഗമാണത്. അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും ഫലമൂലാദികൾ ആവശ്യം പോലെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള വനപ്രദേശം. എല്ലാ ദിവസവും ലക്ഷ്മണകുമാരൻ നിറയെ പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് ജ്യേഷ്ഠതയ്ക്കും കൊടുക്കുന്നു. അവരെ സംരക്ഷിക്കുവാൻ തുണീരങ്ങളോടുകൂടി രാത്രിയിൽ ഇങ്ങനെ ഉറക്കം ഒഴിച്ച് കാത്തു നിൽക്കുന്നു. എല്ലാ ദിവസവും ആ മന്ദാകിനിയിലെ നദിയിലെ ശുദ്ധജലമൊക്കെ കുടിച്ച് ആശ്രമ പരിസരത്തെ പൂക്കളെ താലോലിച്ച് പറവകളോട് കിന്നാരം പറഞ്ഞ് ആ പ്രകൃതിയിലെ മനോഹാരിതയൊക്കെ അനുഭവിച്ചുകൊണ്ട് ലക്ഷ്മണന്മാരും സീതാദേവിയും സാനന്ദം വാഴുന്ന ആ സമയത്ത് ലക്ഷ്മണകുമാരൻ ഏകാന്തമായിരിക്കുന്ന രാമനും ലക്ഷ്മണനും ഏകാന്തമായിരിക്കുന്ന സൂര്യമായിരിക്കുന്ന ഒരു സമയത്ത് ചെന്ന് ഭഗവാന്റെ പാദം വന്ദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് ഇനി മുക്തിമാർഗത്തെ അരുളി ചെയ്യണം. അങ്ങിൽ നിന്ന് ജീവിതത്തിൻ്റെ ധാരാളം പാഠങ്ങൾ ഞാൻ പഠിച്ചു. എനിക്ക് അങ്ങല്ലാതെ ഇനിയും പൂർണ്ണ മുക്തി ലഭിക്കുവാൻ ഒരു ഉപദേശം തരാൻ വേറെ ആരുമില്ല. അതിനു മുമ്പ് ക്രോധക്രാന്തനായി നിൽക്കുന്ന ലക്ഷ്മണകുമാരനെ രാജ്യത്തിനും സിംഹാസനത്തിനും ഒക്കെ വേണ്ടിയിട്ട് അച്ഛനെ പിടിച്ചു കെട്ടുവാനും അമ്മയോട് ഭത്സിക്കുകയും കൈകേയി മാതാവിനോട് ഭത്സിച്ച് അച്ഛന്റെ സത്യപ്രതിജ്ഞയൊക്കെ ലംഘിച്ചുകൊണ്ട് രാമനെ രാജാവാക്കുവാൻ വേണ്ടി വ്യഗ്രത പൂണ്ട ലക്ഷ്മണകുമാരനോട് അന്നൊരു ലക്ഷ്മണ ഉപദേശം ഭഗവാൻ ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെയും പുത്രമിത്ര ദാരങ്ങളെക്കുറിച്ചുള്ള ആ ഒരു അല്പമായിട്ടുള്ള ആ സംഘത്തെക്കുറിച്ചും എന്താണ് ജീവിതത്തിൽ ഈ ഭൗതികത്തിൽ കാണുന്നുള്ള ബന്ധങ്ങളെന്നും ജീവിതം വെറും ഒരു മിന്നൽ പിണർ പോലെയും ഉരുകിയിരിക്കുന്ന ഇരുമ്പ് ദണ്ടിൽ വീഴുന്ന ഒരു തുള്ളി ജലം പോലെയും നൈമിഷികമാണെന്നും ഒക്കെ ഉള്ള ഇഹലോക ജീവിതത്തിന്റെ വ്യർത്ഥതയാണ് അവിടെ പറഞ്ഞു കൊടുത്തത്. പിന്നീട് ആ ശ്രീരാമചന്ദ്രനുമായിട്ട് 12 വർഷത്തോളമുള്ള സഹവാസമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ പരുവപ്പെടുകയാണ് ലക്ഷ്മണൻ ചെയ്തത്. ആ ക്രോധാവേശനായിട്ടുള്ള ലക്ഷ്മണൻ, എന്തിനും പോരുന്ന ലക്ഷ്മണൻ ജീവിതത്തിൽ പരിപക്വമായി വന്നു. ശാന്തസ്വരൂപനായ ആ രാമചന്ദ്ര പ്രഭുവിനോടൊപ്പം ജീവിതം പങ്കിട്ടത് വഴി ഇനിയും ലക്ഷ്മണന് ജീവിതത്തിൽ ഒന്നും ഇനി നേടാനില്ല. ഈ രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനമോ അല്ലെങ്കിൽ രാജാവാകുക എന്നുള്ളതൊന്നുമല്ല. തൻ്റെ ജ്യേഷ്ഠന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജനാകുക, പാദദാസകനാകുക, ജ്യേഷ്ഠനെ സംരക്ഷിക്കുന്ന ജ്യേഷ്ഠനെ അതായത് മാതാവും ലോകപിതാവുമായ രാമചന്ദ്രനെയും സീതാദേവിയെയും സംരക്ഷിക്കുവാൻ ഒരു അവസരം കിട്ടിയത് തന്നെ മഹാപുണ്യം, അഹോ പുണ്യം തന്നെ എന്ന മനസ്ഥിതി വന്നു കഴിഞ്ഞ് ഇനി എന്താണ് സദാ രാമപാദത്തെ സേവിച്ചിരിക്കുന്ന ലക്ഷ്മണൻ ഇനി എന്താണ് ആവശ്യമായിട്ടുള്ളത്? മുക്തിമാർഗമല്ലേ വേണ്ടൂ. അതിന് എനിക്ക് ആ മുക്തിയെ ഉപദേശിച്ചു തരണം എന്ന് പറയുന്നു. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ ഇതുവരെയും കഥയായിരുന്നു രാമായണത്തിൽ പറഞ്ഞു വന്നേ. ആ കഥ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, അല്ലെ മറ്റുള്ളവർ വായിച്ചവർ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാം. പക്ഷേ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ലക്ഷ്മണ ഉപദേശം. ആദ്യം കേട്ട ലക്ഷ്മണ ഉപദേശത്തെക്കാൾ എത്രയോ മഹത്തരമാണ് ഇപ്പോൾ ഈ പഞ്ചവടിയിൽ വെച്ച് ഭഗവാൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം. ഇത് നിശ്ചയമായും
ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുന്നവർ, ഭഗവാനിലേക്ക് ലയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, രാമായണം പഠനം ചെയ്യുന്നവർ, പാരായണം ചെയ്യുന്നവർ, രാമനെ അറിയുന്നവർ, ആ തത്വത്തിൽ ലയിക്കുന്നവർ നിശ്ചയമായും കേൾക്കേണ്ട ഭാഗമാണ്, അറിയേണ്ട ഭാഗമാണ്, ആ സത്യം അനുഭവിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അങ്ങല്ലാതെ നിന്തിരുവടിയല്ലാതെ വേറെ ആരും എനിക്ക് ഈ ഗൂഢമായ ഈ വിജ്ഞാനം ഉപദേശിച്ചു തരാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, കേട്ടാലും അതിങ്കൽ അതിഗുഹ്യമാം ഉപദേശം, അതിഗുഹ്യമായ അതിഗൂഢമായ രഹസ്യമായ ഈ ഉപദേശം നീ കേട്ടാലും കുമാര, അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞാൽ നിന്റെ വികൽപ്പ ഭ്രമമെല്ലാം തീരും. വികൽപ്പം എന്നുവെച്ചാൽ രണ്ടാണ്, ഞാൻ ഇവിടെ കാണുന്നതാണ് ഇതെല്ലാം സത്യം എന്നുള്ള ആ വികൽപ്പം എല്ലാം നിനക്ക് മാറും. അത് കാരണം മായാസ്വരൂപത്തെ ഞാൻ ആദ്യം തന്നെ നിനക്ക് ചൊല്ലിത്തരാം. ആദ്യം ചൊല്ലുന്നത് മായയെക്കുറിച്ച് ചൊല്ലാം, പിന്നീടോ ജ്ഞാനസാധനം, പിന്നെ ജ്ഞാനത്തെ എങ്ങനെ സിദ്ധിക്കാം എന്നുള്ള കാര്യം ചൊല്ലിത്തരാം. വിജ്ഞാനസഹിതമായ ജ്ഞാനവും ചൊല്ലാം, പിന്നെ വിജ്ഞാനത്തോടു കൂടിയുള്ള ജ്ഞാനം, വിജ്ഞാനസഹിതമായ ജ്ഞാനം. ആദ്യം മായാസ്വരൂപത്തെ എന്താണെന്ന് ചൊല്ലിത്തരാം, പിന്നെ ജ്ഞാനസാധന എന്താണെന്ന് പറഞ്ഞു തരാം. വിജ്ഞാനത്തോടു കൂടിയുള്ള ആ ആത്മസ്വരൂപത്തെയും ഞാൻ മൂന്നാമത് ചൊല്ലിത്തരാം. ഇത് ഇങ്ങനെയുള്ള ജ്ഞേയമായിട്ടുള്ള പരമാനന്ദം, ആ പരമാത്മജ്ഞാനം അറിയുമ്പോൾ മായാ സംബന്ധമൊക്കെ നീങ്ങിയിടുമല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മഹാതത്വം മഹാപുരുഷനായ ആദിപുരുഷനായ ആദിനാരായണനായ ആ ഭഗവാനിൽ നിന്ന് നേരിട്ട് കേട്ട് ഉപദേശം സ്വീകരിക്കാൻ കഴിഞ്ഞ ആ ലക്ഷ്മണകുമാരന്റെ ഭാഗ്യം എന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും കാലം ഭാര്യയെയും രാജ്യത്തെയും എല്ലാ സുഖങ്ങളും അമ്മയെയും ഒക്കെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് ഇറങ്ങി വന്ന ലക്ഷ്മണ കുമാരന് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ്, ഏറ്റവും വലിയ പുണ്യമാണ് ആ ശ്രീരാമചന്ദ്രനിൽ നിന്ന് കിട്ടിയ ആ ഉപദേശങ്ങൾ. അത് കൊട്ടാരത്തിൽ ഇരുന്നായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നോ? ഇല്ല. അപ്പോൾ നമുക്ക് വിജ്ഞാനം കിട്ടണമെങ്കിൽ കല്ലും മുള്ളും പാതയും ഘോരമായ വഴികളും ക്രൂരമായ ജീവിത അനുഭവങ്ങളും ഒക്കെ പിന്നിടുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനവും അതിനപ്പുറമുള്ള പരിപൂർണമായ വിജ്ഞാനവും ലഭിച്ച് പരമാത്മാവിൽ ലയിക്കുവാൻ സാധിക്കുന്നത് എന്ന തത്വമാണ് ഈ ലക്ഷ്മണ ഉപദേശത്തിലൂടെയും ലക്ഷ്മണന്റെ ജീവിത പന്ഥാവിലൂടെയും രാമായണം നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആത്മാവ് അല്ലാതെ ഉള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്ന് ജഗത്രയെ മായയിലാകുന്നു നിർണയം. അതിനാലേ കായാസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കൾ അതാണ് ആത്മാവെന്നുള്ള ബോധം നമുക്ക് ജനിക്കുന്നു. ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറന്നിട്ട് അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ചിന്തിച്ചിട്ട് ദേഹം ദേഹം പോലെയുള്ള ആ ദേഹവും ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഇതൊക്കെയാണ് ആത്മാവെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെയോ ജഗത്രയെ മായയിലാകുന്നു. ഇതെല്ലാം മായ കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. അത് വളരെ നിർണയമാണ്, വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണത്. കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. അപ്പോൾ ശരീരമാകുന്നു ഞാൻ എന്ന ബോധം വരുമ്പോൾ, ശരീരമാകുന്നു ഞാൻ എന്ന ബോധം തെറ്റാണെന്നാണ് ഇവിടെ രാമൻ പറയുന്നത്. ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. അത് ശരീരമാകുന്ന ആ ബോധത്തിലാണ് ഞാൻ എന്ന ചിന്ത ഇരിക്കുന്നത് കൊണ്ട് പിന്നെയോ കാണുന്ന ആ കായസംബന്ധം ശരീര സംബന്ധമായിട്ട് എന്തൊക്കെയുണ്ടോ, സമ്പത്തും ഗൃഹവും ഐശ്വര്യങ്ങളും ബന്ധുക്കളും സഹവാസങ്ങളും എല്ലാം അത് എന്റെയാണ്, അതായത് ആത്മാവിൻ്റെതാണെന്ന് വെറുതെ ഭ്രമിക്കുന്നു. അതാണോ ആത്മാവ് എന്ന് ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്. ഇതൊക്കെ കായസംബന്ധമാണ്, ശരീര സംബന്ധമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനി മായ രണ്ട് വിധമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വിക്ഷേപമെന്നും ആവരണമെന്നും പറയുന്ന രണ്ട് മായാരൂപം ഉണ്ടെന്ന് അറിയ സൗമിത്രേ എന്ന് പറയുകയാണ്. അതിൽ മുന്നത്തേത്, അതായത് വിക്ഷേപം ആണ് ലോകത്തെ കൽപ്പിക്കുന്നതെന്ന് അറിയുക. ഈ ലോകത്തെ നമ്മൾ ഇവിടെ ഉണ്ട്, അല്ലെ നമ്മൾ ഇവിടെ ജീവിക്കുന്നു, ഈ കാണുന്നതെല്ലാമാണ് ഞാൻ, ഈ പുറമെ കാണുന്നതൊക്കെയാണ് ഞാൻ, ഈ അനുഭവിക്കുന്നതൊക്കെയാണ് ഞാൻ എന്ന് നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണ് വിക്ഷേപം. ആ വിക്ഷേപത്തെക്കുറിച്ചാണ് പറയുന്നത്.
അത് സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും, അത് സ്ഥൂലവും സൂക്ഷ്മവുമായ പല സംഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടത്തി വിടുകയും നമ്മുടെ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ഇവിടെ ജീവിക്കുന്നു എന്ന അനുഭവം തരികയും ഒക്കെ ചെയ്യുന്നത് ഇതാണ്. ഇതിന്റെ പേരാണ് അവിദ്യ എന്ന രൂപം. ഇതാണ് നമ്മളെ സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നത്. സംഘം തുടങ്ങിയ സംഘം എന്ന് വെച്ചാൽ എന്തുവാണ്? ബന്ധങ്ങളുമായിട്ടുള്ള സംഘം, പണവുമായിട്ടുള്ള സംഘം, പദവിയുമായിട്ടുള്ള സംഘം, ഇവിടെ നടക്കുന്ന നമ്മുടെ ഗൃഹവും നമ്മുടെ ജോലിയും നമ്മൾ കാണുന്ന ചുറ്റുപാടും എല്ലാമായിട്ട് നമ്മെ സംഘിപ്പിക്കുന്നു, നമ്മളെ കൂടിപ്പിക്കുന്നു, ഒന്നിപ്പിക്കുന്നു. ആ സംഘാതി ദോഷങ്ങളെല്ലാം സംഭവിക്കുന്നത് വിക്ഷേപം എന്ന മായാശക്തിയുടെ ആ പ്രവർത്തനം കൊണ്ടാണ്. ജ്ഞാനസ്വരൂപിണിയാകും വിദ്യയാം അതുമേറ്റം ആനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും. അപ്പോൾ ആ വിദ്യയാകുന്ന, അതായത് വിക്ഷേപവും ആവരണമാകുന്ന ആ മായാശക്തിയാണ് നമ്മളെ ഈ വിക്ഷേപത്തിൽ നിന്ന് വിടുതൽ തന്നിട്ട് നമുക്ക് ആനന്ദപ്രാപ്തിയിലേക്ക് ജ്ഞാനത്തിലേക്ക് നമ്മളെ എത്തിച്ചിട്ട് നമ്മൾക്ക് ഈ കണ്ടതൊന്നുമല്ല നമ്മൾ എന്നുള്ള തിരിച്ചറിവ് തരുന്നത്. അത് എന്തുപോലെയാണ് തോന്നിക്കുന്നത്? ഒരു കയറ് രാത്രിയിൽ കിടക്കുമ്പോൾ അത് സർപ്പമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ആ സർപ്പമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് വിക്ഷേപം. അതിന്റെ ആവരണമാണ് അത് കയറായിരുന്നു എന്നുള്ള സത്യം. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന നമ്മൾ ഈ വിക്ഷേപത്തിലൂടെ കടന്നു പോവുകയാണ്. അതായത് ഇവിടെ കാണുന്നതെല്ലാമാണ് സത്യം, അത് പാമ്പാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ അടുത്ത് ചെല്ലുമ്പോഴാണ് അത് കയറാണെന്ന് തിരിച്ചറിയുന്നത് എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ കാണുന്നതെല്ലാം സത്യമാണ്. ഇതാണ് ജീവിതം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പൂർത്തീകരണമാണ് യഥാർത്ഥ ജീവിതം. ഇത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ച് അതിലൂടെ അജ്ഞതയിലൂടെ നീങ്ങുമ്പോൾ അവസാനം നമ്മൾ എത്രയോ കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ ചവിട്ടണം. ലക്ഷ്മണകുമാരനെ പോലെ എത്രയോ ശ്രീരാമപാദം പിന്തുടർന്ന് എത്രയെത്ര ദുർഘടമായ പാതകൾ താണ്ടി ചെല്ലുമ്പോൾ നമുക്ക് അവസാനം മനസ്സിലാകും, ബോധ്യപ്പെടും അത് അജ്ഞാനമായിരുന്നു. അപ്പോൾ നമ്മിൽ ജ്ഞാനം ഉദിക്കും. ആ ജ്ഞാനത്തിലൂടെ ചിന്തിക്കുമ്പോൾ ഇത് സത്യമല്ലായിരുന്നല്ലോ, ഇത് വെറും ഭ്രമം മാത്രമായിരുന്നല്ലോ എന്നുള്ള തോന്നൽ അവസാനം നമുക്ക് കിട്ടും. അതാണ് കയറിനെ നേരിട്ട് അടുത്ത് ചെന്നപ്പോഴാണ് കയറ് ഒരു പാമ്പല്ലായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അത് പാമ്പാണെന്ന് ദൂരെ നിന്ന് നമുക്ക് നമ്മളുടെ ഇരുട്ടുകൊണ്ട്, അജ്ഞത കൊണ്ട് തോന്നിയതാണ്. അത് വെളിച്ചം വന്നപ്പോൾ അത് കയറ് തന്നെയാണോ എന്ന് തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞതുപോലെ വിജ്ഞാനമാകുന്ന വെളിച്ചം, ആ ജ്ഞാനവും കഴിഞ്ഞ് വിജ്ഞാനമാകുന്ന ആത്മ തേജസ് എത്ര കാലം കഴിയുമ്പോഴാണോ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്, അതിന് കാലങ്ങളുടെ ആവശ്യവും വരുന്നില്ല. നമ്മുടെ കർമ്മബന്ധമനുസരിച്ച് പൊടുന്നനെ നമുക്കത് സംഭവിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സത്സംഗങ്ങൾ കേൾക്കുമ്പോൾ, ഇങ്ങനെ ആത്മോപദേശ തത്വങ്ങൾ കേൾക്കുമ്പോൾ പൊടുന്നനെ ചിലർക്ക് ഒരു ബോധോദയം സംഭവിക്കാം. ചിലർ എത്രയോ കാലം രാമായണവും അതുപോലെയുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഭഗവാന്റെ വചനങ്ങൾ ചൊല്ലി നടന്നാലും പാടി നടന്നാലും കേട്ടു നടന്നാലും അനുഭവിച്ചാലും ചിലർക്കത് ലഭ്യമല്ല. ചിലരോ ഇതൊക്കെ തന്നെയാണ്, ഇത് മാത്രമാണ് ഭക്തി. ഭക്തി എന്ന് പറയുന്നത് ഈ നാമജപവും പുസ്തക പാരായണങ്ങളും ഇത് മാത്രമാണ്. ഇതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് ശഠിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതൊക്കെ നമുക്ക് കല്ലും മുള്ളും നിറഞ്ഞ അനുഭവങ്ങൾ തരുന്ന വഴികളാണ്. നാം പറയും, നമ്മൾ പ്രാർത്ഥനയിലും ഈശ്വരാരാധനയിലും ഇരിക്കുമ്പോൾ നാം ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ അന്ധരായിട്ട് ഇരുട്ടിൽ തപ്പി ജീവിക്കുന്ന മനുഷ്യർക്ക് യാതൊന്നും അറിയാതെ അവർ സുഖമായി ജീവിക്കുന്നു, അവർക്ക് യാതൊന്നിനും കുറവില്ല എന്ന് ചിന്തിക്കുന്നു. പക്ഷെ അവർ ഈ വഴിയെ വരാൻ തുടങ്ങുമ്പോൾ അവർക്കും മനസ്സിലാകും ഈ വഴി വളരെ കഠിനമാണെന്ന്. യഥാർത്ഥത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന വഴി വളരെ കഠിനമല്ലേ? ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ സുധാമാവ എന്ന കുചേലനായി കഴിഞ്ഞപ്പോൾ ആ കുചേലനായ ആൾ എന്ത് ജീവത്യാഗം സഹിച്ചു, ഭൗതിക ജീവിതത്തിൽ എന്ത് മാത്രം സഹിച്ചു. അദ്ദേഹത്തിന് മറ്റൊന്നും അറിഞ്ഞുകൂടാ. ജീവിതത്തിൽ അത്രയും ക്ലേശവും ദാരിദ്ര്യവും കഷ്ടപ്പാടും വന്നിട്ടും, ജീർണ വസ്ത്രം ധരിക്കേണ്ടി വന്നിട്ടും അദ്ദേഹത്തിന് മറ്റൊരു ജോലിയും ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഈശ്വരപാദങ്ങൾ ഭജിക്കുക, ഈശ്വരനാമങ്ങൾ ജപിക്കുക, ആ കർമ്മമല്ലാതെ അദ്ദേഹം സമ്പത്തുണ്ടാക്കാൻ എങ്ങും പോയില്ല.
അങ്ങനെ ആ ഭഗവാനെ തേടി 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 വിയർത്ത് കുളിച്ച് ഒരുപാട് നഗ്നപാദങ്ങളായി നടന്ന് ആ കീറിപ്പറിഞ്ഞ കുടയുമായിട്ട് ചെന്ന് അവസാനം പരമാത്മാവിന്റെ ആ പൂർണ്ണതയിൽ ലയിക്കുകയാണ്. അവിടെ ഒന്നും സംസാരിക്കാനില്ല. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുമ്പോൾ എന്താണ് സംസാരിക്കാനുള്ളത്? ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് എന്തുമാത്രം അനുഭവിച്ചു. അപ്പോൾ കുചേലന്റെ പത്നി അടുത്തുള്ള ഗൃഹങ്ങളിൽ പോയി കിട്ടിയ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ നെല്ല് കൊണ്ടിട്ട് കുത്തിയാണ് അവിലുണ്ടാക്കിക്കൊണ്ട് കൊടുത്തത്. അത് ജീവിത ദുഃഖമായിരുന്നു. അത്രയും അവർക്ക് ആരും ഉപയോഗിക്കാത്ത സാധനം ഭിക്ഷയായി കൊടുത്തിരുന്ന സമ്പന്ന വർഗങ്ങളുടെ മുന്നിൽ അവരെക്കാൾ എത്രയോ ഉന്നതിയിൽ ദ്വാരകയിൽ ഭഗവാൻ രുക്മിണി സമേതനായി എങ്ങനെ വാഴുന്നു, അതേ ഐശ്വര്യമാണ് ആർക്ക് കൊടുത്തത്? സുധാമാവിന് കൊടുത്തത് ഭഗവാൻ. അപ്പോൾ അവർക്ക് ഭിക്ഷ കൊടുത്തിരുന്ന ആൾക്കാരാണ് ഏറ്റവും സമ്പന്നരെന്ന് നമുക്ക് ആദ്യകാലത്ത് തോന്നും. ഭഗവാനെ വിളിച്ച് നടന്ന ഞാൻ ഭിക്ഷ ചോദിച്ച് നടക്കുന്നു, ഭഗവാനെ വിളിക്കാത്തവർ ഭിക്ഷ എനിക്ക് തരുന്നു എന്നല്ലേ നമുക്ക് തോന്നുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയുന്നത്? ഭഗവാനെ വിളിക്കാത്തവർ സമ്പന്നരാണ്, ഭഗവാനെ വിളിക്കുന്നവർ പലരോടും യാചിക്കേണ്ടി വരുന്നു എന്ന്. എന്നാൽ ആത്യന്തികമായിട്ട് ആർക്കാണ് ഏറ്റവും പരമമായ പദവി കിട്ടിയത്? പരമമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ ഇഹത്തിലും പരത്തിലും രണ്ടും കിട്ടി. ആർക്കാണത് കിട്ടിയത്? ഭഗവാനെ അന്വേഷിച്ച് നടന്ന് അലഞ്ഞ് കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട് ആരാണോ ചെല്ലുന്നത് അവർക്കാണ് പരമമായ പദം ലഭിക്കുന്നത്. ഈ ലക്ഷ്മണ ഉപദേശം, ഭഗവാൻ കൊടുക്കുന്ന ഈ ഉപദേശത്തിൽ എത്രയെത്രയോ തത്വങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഒറ്റ ഭാഗം മനസ്സിരുത്തി ഹൃദയത്തിൽ ഭഗവാനെ വിളിച്ചുകൊണ്ട് അവന്റെ ഹൃദയം ഒന്ന് തുറന്നു തരൂ. ഭഗവാനെ, ഈ വിജ്ഞാനങ്ങളൊക്കെ എൻ്റെ ഉള്ളിലൊന്ന് ഉറപ്പിച്ചു തരൂ. അവിടുത്തെ ആ പാദഭക്തി എന്നിൽ കഠിനമായി സ്ഥിതമായിട്ട് ഉറപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സാഷ്ടാംഗം വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇതൊന്ന് മനസ്സിലാക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് തന്നെ പൂർണ്ണ മുക്തി ലഭിക്കും. എന്തിനാണോ നിങ്ങൾ രാമായണം വർഷങ്ങളായി വായിക്കുന്നത്, അതിന്റെ ഏകമായിട്ടുള്ള ആ ഉത്തരം ഇതിൽ നിന്ന് ലഭിക്കും. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഇത് വായിക്കേണ്ടി പോലും വരികയില്ല. അത്രയ്ക്കും നിങ്ങൾ ഈ രാമനാണ്, ആരാണ്? ശ്രീരാമചന്ദ്രന്റെ, അതായത് സാക്ഷാൽ പരമാത്മാവിന്റെ തത്വം, മൂലമായ പ്രകൃതിയായ ദേവിയുടെ തത്വം അറിയും. അതുകൊണ്ടാണ് ദേവിയിലൂടെയാണ് ഭഗവാനിൽ എത്തുക എന്ന് പറയുന്നത്. മായയെ വിച്ഛേദിച്ച് വിക്ഷേപം, ആവരണം എന്നീ രണ്ട് ശക്തികൾ, അതിലെ ആ ആവരണമാകുന്ന ശക്തി ഭഗവാനിലേക്കുള്ള വഴിയാണ്. അതിനെ നമ്മൾ അതിലേക്ക് വന്ന് അവിദ്യയിൽ നിന്ന് വിദ്യയിലൂടെ വന്നിട്ടാണ് ജ്ഞാനത്തിലൂടെ വിജ്ഞാനത്തിലൂടെ ഭക്തിയുടെ പൂർണ്ണത കൈവരിച്ച് ആ സ്ഥിതപ്രജ്ഞത്വത്തിലൂടെ ഭഗവാനിലേക്ക് എത്തുന്നത്. അതാണ് ആ യഥാർത്ഥ വഴി. ആ വഴി കാട്ടാൻ വേണ്ടി നമ്മൾ നേരിട്ട് ചെന്ന് ദേവിയെ കുറച്ച് പൂജകളും ഉപാസനകളും അല്ലെങ്കിൽ കുറച്ച് അർഘ്യപാദ്യാദികളൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് ദേവിയെ പ്രാർത്ഥിച്ചിട്ട് എന്നെ നേരെ ഭഗവാന്റെ അടുക്കേക്ക് വിടൂ ദേവി എന്ന് പറഞ്ഞാൽ എവിടെയും ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ സമയവും പണവും ഒക്കെ നഷ്ടപ്പെടും. അത്രയേ ഉള്ളൂ. ഇത് മനസ്സിനുണ്ടാകുന്ന മാറ്റമാണ്, മനഃശുദ്ധി കൊണ്ടുണ്ടാകുന്ന നേട്ടമാണ്. ഇതിലൂടെ സഞ്ചരിക്കുക, നിങ്ങൾ അനുഭവിക്കുക, നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുക. അത് തള്ളിക്കളഞ്ഞിട്ട് ഇതിനേക്കാൾ കൂടുതൽ മെച്ചം കിട്ടുന്നതിലേക്ക് ഓടിപ്പോയാൽ വീണ്ടും വന്ന് നിങ്ങൾ ആ പഴയ സ്ഥലത്ത് തന്നെ നിന്ന് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. എപ്പോഴാണോ ഒരാൾക്ക് ഭഗവാനിലേക്ക് എത്തണമെന്ന് ആഗ്രഹം വരുന്ന അവിടെ തുടങ്ങുക. നിങ്ങൾ സുധാമാവിനെ പോലെ കുചേലനിൽ നിന്ന് ആ സുധാമാവിന്റെ സമ്പന്നമായ ആത്മീയ തേജസ്സും ഭൗതിക ഐശ്വര്യത്തിലേക്കും വരണമെങ്കിൽ നിങ്ങൾ ഭഗവാനെ അറിയുക. ഈ ലക്ഷ്മണ ഉപദേശം മഹോന്നതം. അപ്പോൾ അങ്ങനെ നിശ്ചയമായും എപ്പോഴും മാനവന്മാരിൽ കാണുന്നതും കേൾക്കുന്നതും അവനവന്റെ മാനസത്തിൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭമായ വിചാരം മാത്രമാണ്. ഞാൻ കാണുന്നത്, എന്റേത്, ഞാനുമായി ബന്ധപ്പെട്ടത്, ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. നമ്മൾ ഭഗവാനെ നിരന്തരം സ്വപ്നം കാണുമോ? ഇല്ലല്ലോ. എന്താ കാരണം? നമ്മൾ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും നമ്മുടെ കുടുംബത്തെയും കുറിച്ചൊക്കെ അല്ലേ സ്വപ്നങ്ങൾ കാണൂ. കാരണം അതൊക്കെയാണ് നമ്മുടെ ബോധമണ്ഡലത്തിൽ നിറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ ഒന്ന് നിറയ്ക്കൂ.
ഈ കർക്കിടക മാസത്തിൽ ദിവസവും രാമായണം പാരായണം ചെയ്തത് മാറ്റി വെച്ചിട്ട് മറ്റു കാര്യങ്ങളിലും നമ്മുടെ മറ്റ് കാര്യങ്ങളിലൊക്കെ നിത്യജീവിതത്തിലെ മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സിനെ വ്യാപരിപ്പിക്കാതെ ശരീരത്തെ വ്യാപരിപ്പിക്കൂ. മനസ്സിൽ രാമമന്ത്രം മുഴങ്ങട്ടെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രീരാമചന്ദ്രന്റെ പാതാരബിന്ദങ്ങളിൽ അടിയറവ് പറയും. അല്ലാതെ നമ്മൾ ഇതൊരു കർമ്മമായി ഇത് രാമായണം വായിച്ചു തീർക്കണം, അതുകൊണ്ട് 2 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ വായിച്ചിട്ട് പുസ്തകം അടച്ചു വെച്ച് വീണ്ടും നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാം എന്നും ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളിലും അനാവശ്യ വർത്തമാനങ്ങളിലും അനാവശ്യ ചിന്തകളും ബന്ധങ്ങളും സൗഹൃദങ്ങളും അനാവശ്യമായ ആഹാരങ്ങളും ഒക്കെ കഴിച്ച് സുഖഭോഗികളായിട്ട് ജീവിച്ചാൽ ഈ രാമായണം നിങ്ങൾ ജന്മം മുഴുവൻ വായിച്ചാലും നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല. നിങ്ങളുടെ അവസാന കാലം വരെയും കണ്ണിന് കാഴ്ചയുള്ളപ്പോഴും ബുദ്ധിയുള്ള കാലം വരെയും നിവർന്നിരിക്കാനുള്ള കാലം വരെയും നിങ്ങൾക്കിത് പാരായണം ചെയ്യാം. എന്നല്ലാതെ മറ്റൊരു ഗുണവും ഇതിൽ നിന്നും ഇല്ല. അപ്പോൾ ഭഗവാൻ തുടരുകയാണ്, ഞാൻ സംസാര വൃക്ഷമൂലമായത്. അപ്പോൾ അങ്ങനെ രണ്ടാണെന്നുള്ള ആ വിഭ്രമം കളഞ്ഞാലും വികല്പം ഉണ്ടാകേണ്ട, അവികല്പം ഉണ്ടാകരുത്. സ്വപ്നസന്നിപം വിചാരിക്കിൽ ഇല്ലാതൊന്നല്ലോ. നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന ലോകത്തെക്കുറിച്ച് ഉണരുമ്പോഴുണ്ടോ, അത് തന്നെയാണ് സ്വപ്നമാണ് ഈ പ്രപഞ്ചം, ഈ ലോകം, ഈ അനുഭവം എന്നാണ് ഭഗവാൻ തരുന്നത്. ആ വികല്പം നീ കളയുക. ജന്മസംസാര വൃക്ഷമൂലമായത് ദേഹം. ദേഹം കൊണ്ടാണ് നമ്മുടെ ജന്മസംസാരത്തിന്റെ വൃക്ഷം, അതിന്റെ മൂലം ദേഹമാണ്. കഴിഞ്ഞ ആ ജന്മം, അതിനുശേഷം ഉണ്ടായ ജന്മം. അപ്പോൾ ആ ജന്മത്തിന്റെ മൂലം, ആ വൃക്ഷത്തിന്റെ വേരാണ് നമ്മുടെ ദേഹം. ആ ജന്മസംസാര വൃക്ഷത്തിന്റെ മൂല കാരണമാണ്, ആ മൂലമാണ് ദേഹമാണ് ഇങ്ങനെ തുടർന്ന് ആ വൃക്ഷത്തെ വളർത്തുന്നത്. ആ വൃക്ഷത്തിന്റെ മൂലമായിരിക്കുന്നത് ദേഹം. അപ്പോൾ ദേഹം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കർമ്മബന്ധങ്ങൾ ഉള്ളത് കൊണ്ട്. കർമ്മം എന്നാണോ ഒരു വ്യക്തിയുടെ അറ്റുപോകുന്നത്, അപ്പോൾ ജന്മസംസാരമാകുന്ന ഈ വൃക്ഷത്തിന് പിന്നെ വളരുവാൻ വേരില്ലാതെ വരും. അങ്ങനെ വേര് നഷ്ടപ്പെട്ട വൃക്ഷത്തിന് എന്ത് സംഭവിക്കും? അത് ഉണങ്ങിക്കരിഞ്ഞു പോകും. അങ്ങനെ കർമ്മങ്ങൾ ഉണങ്ങിപ്പോയ ഒരു വ്യക്തിക്ക് ശരീരം പിന്നീട് ഉണ്ടാവുകയില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തന്നത്. അപ്പൊ ജന്മസംസാര വൃക്ഷത്തിന്റെ മൂലം, ആ വേര് നമ്മുടെ ദേഹമാകുന്ന തന്മൂലം ആ ദേഹത്തിൽ നമ്മൾ പിടികൂടുന്നത് കാരണമാണ് എനിക്ക് പുത്രനുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ടെന്നുള്ള സംബന്ധമെല്ലാം അതിന് കാരണമാകുന്നത്. പക്ഷെ ഇനി ദേഹമുണ്ടായതോ പഞ്ചഭൂത സഞ്ചയ സമം ദേഹം. പഞ്ചഭൂതങ്ങൾ വായു, ജലം, അഗ്നി, ആകാശം, മണ്ണ്, ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് എന്തോ ഉണ്ടായിരിക്കുന്നത്? നമ്മുടെ ദേഹം ഉണ്ടായിരിക്കുന്നത്. ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ആ പഞ്ചഭൂത നിർമ്മിതമായ ദേഹത്തെ ആണ് ഞാൻ എന്നുള്ള ബോധത്തിൽ നാം പരിചരിച്ച് ഊട്ടി ഉറക്കി കൊണ്ട് നടക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ മായാവൈഭവം, ശിവ ശിവ എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ കാരണം എന്താണ്? പഞ്ചഭൂതങ്ങളായ ഈ 5ഉം വേർപിരിഞ്ഞ് ഇവിടെ നശിച്ചു പോകുന്ന ഒരു നശ്വരമായ സാധനമാണ് ശരീരം. അതിനെയാണ് ഞാൻ ആത്മാവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് ഈ പഞ്ചഭൂത നിർമ്മിതമാണോ? അല്ല. അതിനെ ചലിപ്പിക്കുന്ന ചാലക ശക്തിയായ പരമാത്മ ചൈതന്യമാണ്. അതിന് വല്ല നാശവും ഉണ്ടോ? ഇല്ല. അപ്പോൾ നാശമില്ലാത്തതിനെ അല്ലേ നാം യഥാർത്ഥത്തിൽ കരുതേണ്ടതും കാണേണ്ടതും അറിയേണ്ടതും ആണ്. പക്ഷെ നമ്മൾ നാശമുള്ള ശരീരത്തിനെയാണ് സുരക്ഷിതമായി സന്തോഷമായി അതിന് വേണ്ടുന്ന സുഖ സൗഭാഗ്യങ്ങളൊക്കെ കൊടുത്ത് ഞാനാണ് അതൊന്നും പറഞ്ഞ് ഊട്ടി ഉറപ്പിച്ച് കൊണ്ട് നടക്കുന്നത്. ഇനിയോ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി, മനസ്സും ചിത്തമൂലപ്രകൃതി ഇവയെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത് ദേഹം എന്നുണ്ടല്ലോ നാമം. നമ്മുടെ ഭഗവത്ഗീതയുടെ തത്വമാണ് ഇവിടെ പറയുന്നത്. ക്ഷേത്രമെന്ന് ശരീരത്തെ പറയുന്നു. അതിനകത്തിലുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറഞ്ഞത്. ഇന്ദ്രിയങ്ങള്, അഹങ്കാരം, ബുദ്ധി, ഞാനെന്ന അഹംബോധം, പിന്നെ ബുദ്ധി, മനസ്സ്, ചിത്തം, മൂലപ്രകൃതി, ആ മൂലപ്രകൃതിയായ ആ മായ, അതും ഇതെല്ലാം കൂടി ചേർന്ന് കണ്ട് ഒരുമിച്ചിരിക്കുന്നതാണ് ക്ഷേത്രമാകുന്ന ആ ശരീരം. ഭാഗവതവും ഭഗവത്ഗീത ഇതെല്ലാം പഠിപ്പിക്കുന്നതാണ്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ധാരാളം തവണ പറഞ്ഞു തന്നിട്ടുള്ള ഭാഗമാണ്. ഇത് വീണ്ടും രാമായണത്തിലും ആവർത്തിക്കുന്നു. എല്ലാ വലിയ വലിയ ഗ്രന്ഥങ്ങളുടെയും
പരിപൂർണമായ ഏക തത്വം ഇതാണെന്ന് ഇപ്പോൾ മനസ്സിലായി വരുന്നില്ലേ? ഏത് ഗ്രന്ഥം എടുത്ത് പഠിച്ചാലും ഈ ഒരു തത്വമാണ് നമ്മൾ എല്ലായിടവും പഠിക്കുന്നത്. അപ്പോൾ ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ, വളരെ ലളിതമായ തത്വം, ശരീരമല്ല ഞാൻ, ആത്മാവാകുന്നു, ഈ ശരീരം നശിക്കുന്നതാണ്, ആത്മാവാണ് ഈ ശരീരത്തെ നിലനിർത്തുന്ന ഏക ചാലകശക്തി, ആത്മാവിനെ ശക്തമാക്കുവാനുള്ള കർമ്മങ്ങളായ ജപങ്ങൾ, ധ്യാനങ്ങൾ, അങ്ങനെയുള്ള പാരായണങ്ങൾ, ഇവയാണ് ഒരു ശരീരത്തിന് കൂടുതലും വേണ്ടത്. ശരീരത്തെ പോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ നിത്യദുരിതമായ രോഗങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളുമാകും ഫലം. ഒരു വ്യക്തി സന്തോഷവാനായി ഇരിക്കണോ, ആ വ്യക്തി ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുക. ഇതേ ഉള്ളൂ, സിമ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് എല്ലാറ്റിലും പഠിപ്പിക്കുന്നത്. ഇതറിയാതെയാണ് നമ്മൾ വീണ്ടും 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 എല്ലാ ഗ്രന്ഥങ്ങളും ഞാൻ പഠിക്കുകയാണ്, പഠിച്ചിരുന്നു, പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കിയ വ്യക്തിക്ക് ഒരു ഗ്രന്ഥവും ഇനിയും പഠിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ നിത്യേന വർഷം രാമായണം പഠിച്ചിട്ടും ഈ തത്വങ്ങൾ അറിയാതെ പോകുന്നു. കാരണം നമ്മൾ അതിലെ കഥയാണ് നമ്മളെല്ലാം വായിച്ചു പോകുന്നത്. ഇങ്ങനെ ഗഹനമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ നമ്മൾ അതൊക്കെ അങ്ങ് ഒഴിവാക്കി വിടും. എന്താണ് അതൊക്കെ പറയുന്നത്? അതിൽ കുറെ ലോകതത്വങ്ങളൊക്കെ ഇരുന്ന് പറയുന്നു. അതിനപ്പുറം ഇപ്പുറമൊക്കെ കിടക്കുന്ന കഥകളല്ലേ നമുക്ക് വളരെ സന്തോഷം തരുന്നത് മനസ്സിന് എന്ന് തോന്നും. ആ മനസ്സിന് സന്തോഷം തരുന്നതാണ് കഥകൾ. ആത്മാവിന് സന്തോഷം കൊടുക്കുന്നതാണ് ജ്ഞാനോപദേശ തത്വങ്ങൾ. ഇതിലേതാണ് നിങ്ങൾ സ്വായത്തമാക്കേണ്ടത്? കഥ കേട്ട് കഥയില്ലാത്തവരായി പോവുകയാണോ വേണ്ടേ? അല്ല. കഥയ്ക്കുപരിയായി ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ജീവിത തത്വങ്ങൾ നമ്മൾ സംശീകരിച്ച് ഉന്നതന്മാരായി മാറുക. അപ്പോൾ അങ്ങനെ ആ ജീവാത്മസ്വരൂപമായിട്ടുള്ള ആ ഭഗവാനെ കുറിച്ച് പറയുകയാണ് ഇവിടെ ലക്ഷ്മണകുമാരനോട് ശ്രീരാമചന്ദ്രൻ. ഇതിന്റെ അടുത്ത ഭാഗം, ഈ ലക്ഷ്മണ ഉപദേശം തന്നെ ഇനിയുമുണ്ട് ധാരാളം. അത് വളരെ വിശദമായിട്ട് അടുത്തൊരു ഭാഗമായി സമയ പരിധി കഴിഞ്ഞതുകൊണ്ട് മറ്റൊരു ഭാഗമായിട്ട് വീണ്ടും ചെയ്യാം. അങ്ങനെ ഈ 11ാം ദിവസത്തെ ഭാഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഇതുവരെയും കഥ കേട്ട് സീതാരാമന്മാരുടെ പിന്നാലെ കാനനത്തിലൂടെ കടന്നു വന്ന് കാനന പാതകളിലെ ആ ദുർഗമമായ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വന്ന നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും ആത്മതത്വത്തെ അറിയാനുള്ള സമയമായി. ഇതുവരെയും രാമപാദത്തെ സേവിച്ച് വന്ന നമ്മൾ ആത്മതത്വത്തിലേക്ക് അറിയുകയാണിപ്പോൾ. അത് ആത്മതത്വം കഥ പോലെ എളുപ്പം വായിച്ചു പോകാവുന്നതും പറഞ്ഞു പോകാവുന്നതുമല്ല. ഇത് വളരെ ഗഹനമായ, ശ്രീരാമചന്ദ്രൻ പറഞ്ഞതുപോലെ വളരെ ഗോപ്യമായിട്ടുള്ള തത്വമാണ്. ഇത് മുന്നോട്ട് ശ്രദ്ധയോടെ കേൾക്കുക. ഇത് കേൾക്കാൻ, ഈ തത്വം അറിഞ്ഞ് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇത് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് കാരണം വളരെ ഗോപ്യമായ വിഷയമാണ്, കഥയല്ലിത്, ജീവിത തത്വമാണ്, ആത്മതത്വമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ തത്വം മനസ്സിലാക്കുവാൻ ശ്രീരാമചന്ദ്രനും സീതാദേവിയായ മൂലപ്രകൃതിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.